Profile നക്ഷത്ര വീടിൽ ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്നത് കൊളോണിയൽ ടച്ചിന്റെ മനോഹാരിതയുമായിട്ടുള്ള ഒരു സ്വപ്ന ഭവനമാണ്. പ്രവാസി മലയാളികളായ നൈനാൻ ഡാനിയലിൻ്റെയും സെറീനയുടെയും മക്കളായ നമിതയുടെയും പ്രജോദിൻ്റെയും സ്വപ്ന ഭവനമാണ് ഇത്. സോ ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ കൂടെയുള്ള ആർക്കിടെക്ട് മനോ കുര്യനോട് തന്നെ ചോദിക്കാം. സർ, എങ്ങനെയായിരുന്നു ഈ വീടിൻ്റെ ബേസ്? ഇവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ആയിരുന്നു. ഈ വീട് പഴയ വീട് നിന്നിരുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് പുതിയ വീട് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് കൊല്ലന്തേനി ഹൈവേ ആണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആ ട്രാഫിക്കിൻ്റെ സൗണ്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പഴയ ലെവലിൽ തന്നെ ഉയരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ രണ്ട് സൈഡിലും റോഡുണ്ട്. അപ്പം പുതിയ വീട് ചെയ്തിരിക്കുന്ന രണ്ട് സൈഡിൽ നിന്നുള്ള റോഡിൽ നിന്നും ആക്സസ് എടുക്കാവുന്ന രീതിയിലാണ്. രണ്ട് സ്പ്ലിറ്റ് ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലെവലിലാണ് പുറകിലത്തെ ഗ്രൗണ്ട് ലെവലും താഴത്തെ ലെവലിൽ നിന്ന് താഴത്തെ ഗ്രൗണ്ട് ലെവലും എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് കയറി വന്നപ്പം ഏറ്റവും എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കിണറാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? ഈ കിണർ ഒരു പഴയ കിണർ ഇവിടെ ഉണ്ടായിരുന്നു, വെട്ടുകല്ലി ചെയ്ത ഒരു പഴയ കിണറായിരുന്നു. ആ പഴയ വീട് നിന്നതിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ ആ കിണറിനെ നമ്മൾ റീറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അത് പുതിയ രീതിയിൽ ഈ വീടുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ റീമോഡൽ ചെയ്തു. ഈ മരങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. തെങ്ങും ഈ പേരയും ഈ ലൗലൂലിയും എല്ലാം ഇവിടെ തന്നെ, അതെല്ലാം നമ്മൾ ഇവിടെ മാക്സിമം നിർത്താവുന്ന മരങ്ങളെല്ലാം നമ്മൾ നിർത്തിയിട്ടുണ്ട്. പുതുതായിട്ട് മരങ്ങൾ തന്നെ ഫ്രൂട്ട് ട്രീസ് തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചുറ്റിനും നല്ലൊരു ഫോറസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറായിട്ട്, അപ്പോൾ ഈ പുറത്തുനിന്നുള്ള റോഡിൽ നിന്നുള്ള ആ ഒരു ശല്യവും കുറഞ്ഞു കിട്ടും. പിന്നെ ഇവിടെ ഇരിക്കാനും നല്ലൊരു മുറ്റമുണ്ടല്ലോ, ആ മുറ്റത്ത് നല്ലോണം ഇരിക്കാനുള്ള, പുറത്തേക്ക് കാണുകയും ചെയ്യാം, പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അത്രയും കാണത്തുമില്ല. അതെനിക്ക് തോന്നുന്നു ഇപ്പം മോഡേൺ ട്രെൻഡ്സിനേക്കാൾ കൂടുതൽ ഒരു നേച്ചറാണ് എല്ലാവരും കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. ആ ഒരു ഫീലിംഗ് ആണ്. കാര്യം നമുക്ക് കേരളത്തിന് തനതായ ഒരു നേച്ചർ, നല്ലൊരു ടെമ്പറേച്ചറും ക്ലൈമറ്റും എല്ലാം കേരളത്തിലെ ക്ലൈമറ്റ് അന്വേഷിച്ച് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ വീടിന് ചുറ്റും ഫുൾ ചെടികളാണ്. അതും അങ്ങനെ സാർ തന്നെ സജസ്റ്റ് ചെയ്തതാണോ? അത് ഈ ക്ലയൻറ്റിൻ്റെയും ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. വെറുതെ പുല്ല് വെച്ച് പിടിപ്പിക്കാതെ ഇവിടെ ഉള്ള കുറച്ചുകൂടെ ഫ്രൂട്ട് ട്രീസും നമ്മുടെ കേരളത്തിലെ തന്നെ വളരുന്ന കേരളത്തിൻ്റെതായ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പുറത്താണെങ്കിലും അകത്താണെങ്കിലും വുഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തെങ്കിലും റീസൺ ഉണ്ടോ ഈ വീടിന് വുഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട്? ഇവിടെ എല്ലാവർക്കും തന്നെ വുഡിനോടൊരു ക്രേസ് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതലും കൂപ്പ് തേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേറെ തടികളൊന്നുമില്ല, കൂടുതലും കൂപ്പ് തേക്ക് തന്നെയാണ്. അതിൽ ഒരുപാട് കാർവിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഉള്ള ജനൽ കഥ അങ്ങനത്തെ ഇതിലെല്ലാം തടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്രാസ് ഇൻലേസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഗ്ലാസിൻ്റെ പെയിൻറ്റ് ചെയ്ത ഗ്ലാസിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം ഹാൻഡ് വർക്കാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നാച്ചുറൽ സ്റ്റോണിൻ്റെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വുഡ്സിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആണ്. ഇത് എന്ത് ഡിസൈനാണ് ആക്ച്വലി? ഇവിടെ ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവർ മട്ടാഞ്ചേരി എന്നുള്ള കാർപ്പൻറ്റേഴ്സാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു കൊളോണിയൽ സ്റ്റൈലുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തപ്പോഴും ക്ലയൻറ്റിനും കുറച്ചുകൂടെ പ്യുവറായിട്ടൊരു ട്രഡീഷണൽ ടച്ചിനേക്കാളും കുറച്ചുകൂടെ ഒരു കൊളോണിയൽ ഡിസൈൻസാണ് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ ഇതിൽ കൊളോണിയൽ ഡിസൈൻസാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. സർ, എന്താണ് ഈ ഏരിയയുടെ ഒരു ബേസിക് പ്ലാൻ?
ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഈ നേരെ നമുക്ക് റോഡിൽ നിന്നും നേരെ കയറുന്ന ഈ ഒരു ഏരിയയിൽ ഡയറക്റ്റ് വ്യൂ ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ ഡ്രോയിങ് റൂമിലോട്ടോ വേറെ ഒരു റൂമിലോട്ടോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരു ഫോയർ കൊടുത്തിട്ടുണ്ട്. ഈ വരാന്ത ഇതൊരു ലോങ് വരാന്ത, അത് അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. ഈ വരാന്തയുടെ സൈഡിൽ കൂടെ നമുക്ക് അപ്പുറത്തെ ഓഫീസ്, പുള്ളിക്ക് ഒരു ചെറിയ ഓഫീസ് റൂമുണ്ട് അവിടെ, അതൊരു ഗസ്റ്റ് റൂമായിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് അകത്തുനിന്ന് വേറെ ആക്സസ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പും ഇവിടെ കുറേ വുഡ് വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് മാക്സിമം പ്രൊട്ടക്ഷൻ, റെയിൻ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഷെയ്ഡൊക്കെ നല്ല പ്രൊജക്റ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് വന്നപ്പോഴും തോന്നിയിരുന്നു, നമ്മൾ കയറി വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതൊരു വീടിനാണെങ്കിലും ഒരു ഹാളിലേക്കായിരിക്കും നമ്മൾ ഏറ്റവും അധികം കയറി ചെല്ലുന്നത്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേറൊരു റൂമാണ്. ചെറിയ സ്പേസ് അല്ല, അത് കുറച്ചുകൂടെ ഒരു വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഒരു ഇടുക്കം തോന്നാതിരിക്കാൻ വേണ്ടി അതൊരു അപ്പുറത്ത് തന്നെ ഒരു പ്രെയർ ഹാളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അത് ഒരു ഇന്റർമീഡിയറ്റ് ഒരു ഡോറുണ്ട്. കാര്യം ഡ്രോയിങ് റൂമിൽ നമുക്ക് കയറാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ആ ഡൈനിങ് സ്പേസിലേക്ക് കയറാം. അപ്പോൾ ഡ്രോയിങ് റൂം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ കിടക്കുന്ന രീതി. സർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാളിനോട് അടുത്ത് തന്നെ ഒരു കാസ്കേഡ് ഇങ്ങനെ നിർമ്മിക്കാനുണ്ടായ റീസൺ എന്താണ്? ഈ കാസ്കേഡ് ശരിക്കും ഇവിടെ ഒരു വാട്ടർ ബോഡി വേണം. കോട്ടയാട് ഇതൊരു സെൻട്രലൈസ് കോട്ടയാടാണ്. അതിപ്പോൾ ഈ ഡ്രോയിങ് റൂമിലെ ഇതിൻ്റെ ഡൈനിങ്, ലിവിങ്, ഈ റൂംസിലേക്കുള്ള പാസേജ്, ഇതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ഈ കോട്ടയാട് കൊടുത്തിരിക്കുന്നത്. ആ കോട്ടയാടിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു വാട്ടർ ബോഡി വേണം, ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫൗണ്ടൻ ചെയ്താൽ ഇത് അതിനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാസ്കേഡ് സജസ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ അവർ അവിടെ അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് സ്യൂട്ടാകുന്ന രീതിയിൽ നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള അതിന് ചേരുന്ന വുഡിൻ്റെ ചേരുന്ന ഒരു ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ടയാട് മേളത്തെ ലെവലിൽ നിന്നും എല്ലാ റൂമിൽ നിന്നും ഈ ഡ്രോയിങ് റൂമിൽ ആരെങ്കിലും വന്നാൽ കാണാൻ സാധിക്കും. ആ റൂമിൽ നിന്നും ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ നിന്നും ഈ ഫ്രണ്ടിൽ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കാൻ പറ്റും. മേളത്തെ എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങോട്ടൊരു ഫോക്കസ് ഉണ്ട്. സ്റ്റെയർ, ഡൈനിങ്, ഇതിൻ്റെ വാഷും എല്ലാം ഇതിൻ്റെ ഇടയിൽ ഫോയർ സ്പേസിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോയർ സ്പേസിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഫ്രണ്ടിലൊരു പ്രെയർ ഹാൾ വരാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രെയർ ചെറിയൊരു ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഇറങ്ങാനുള്ള. അതെ. സർ, ഒരു വീടിൻ്റെ ഫങ്ഷൻസിനാണോ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഭംഗിക്കാണോ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഈ വീട്ടിൽ ശരിക്കും ഭംഗി ഉണ്ട്, ഭംഗിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് നല്ലവണ്ണം നോക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളിത് നേച്ചർ ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. റൂഫിലുള്ള വെള്ളം മൊത്തം ഗട്ടർ ചെയ്ത് അതിൻ്റെ ഷെയ്ഡ് തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് റൂഫിലെ വെള്ളം മൊത്തം അതിൽ കളക്ട് ചെയ്തിട്ട് അത് ചെയിൻ വഴി ഡ്രെയിൻ ചെയ്ത് കിണറിൻ്റെ ഇവിടെ ഈ പ്രദേശം ഒരു വെട്ടുകല്ലിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ മണ്ണിലേക്ക് റെയിൻ വാട്ടർ റീചാർജിങ് ആണ് ചെയ്തിരിക്കുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനേക്കാളും റീചാർജിങ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പിറ്റെടുത്ത് ആ റൂഫിലെ പിന്നെ ആ ഗട്ടറിൽ കൂടെ തന്നെ മെയിൻ്റനൻസ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല മരങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഇല വീണ ഗട്ടർ ബ്ലോക്ക് ആയിരിക്കാൻ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ആ ഗട്ടറിൽ കൂടെ നടന്ന് എല്ലാ വീടിൻ്റെ ടോപ്പ് എല്ലാ സ്ഥലങ്ങളിലും
എത്താൻ പറ്റും. ആ എല്ലാ കോർണേഴ്സും ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഈ ഇതിലെ ഹാൻഡ് വർക്ക് നല്ലവണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാജസ്ഥാനി ആർട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഫ്ലോർ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രാസ് വുഡിൻ്റെ ഇൻലേ വർക്ക് ചെയ്തിട്ടുണ്ട്. സിറാമിക് ആർട്ട് വർക്ക് ജാർഖണ്ഡ് എന്നുള്ള ഗ്ലാസ് പീസാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ്സ് എല്ലാം ചെയ്തിരിക്കുന്ന വുഡൻ വർക്ക് ഇവിടെ ഉണ്ടായ വേസ്റ്റ് റീപ്പേഴ്സിൽ നിന്നും കട്ട് ചെയ്തിട്ട്. ക്ലയൻറ്റിൻ്റെ ഇഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാറിൻ്റെ ഇഷ്ടങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും പ്ലാനിൽ, അല്ലെങ്കിൽ ആസ് ആൻ ആർക്കിടെക്ട് അതിൽ ഒരു സ്വാർത്ഥത? അത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നമ്മൾ എന്തായാലും നമ്മൾ പഠിച്ചു വരുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിൽ പല ഡിസൈനുകൾ നമ്മൾ കാണും. അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ അത് വരും. അത് പക്ഷേ അവരുടെ ഇഷ്ടത്തിനോട് യോജിച്ച് പോകണമെങ്കിൽ മാത്രമേ അവരത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസൈൻ ഫസ്റ്റ് ഡിസ്കഷൻ ഇതൊരു 10-12 ഡിസൈൻ പ്ലാൻ ലെവലിൽ തന്നെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വർഷത്തെ പ്രോസസ്സാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കതിലൊരു ക്ലാരിറ്റി കിട്ടും. പുറത്ത് നല്ല ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ബ്യൂട്ടിഫുൾ പർഗോളാസിൻ്റെ ഇടയിലൂടെ എനിക്ക് മഴ ആസ്വദിക്കാനും അതുപോലെ തന്നെ മഴ ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ആണ്. ആൻഡ് താങ്ക്സ് ടു ആർക്കിടെക്ട് മനു കുര്യൻ ജേക്കബ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു കളർ സ്കീം, നല്ല ബ്യൂട്ടിഫുൾ കളർ സ്കീമാണ് കൊടുത്തിരിക്കുന്നത്. ആ കളർ സ്കീം കാണുമ്പോൾ തന്നെ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പോൺ പെയിൻറ്റ് ഒരു വീടിന് കൊടുക്കുന്ന മനോഹാരിതയാണ് ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തത്. സർ, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടമാണ്. ആൻഡ് ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയാസ് എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും കൂടെയാണ്. അപ്പോൾ സാറിന് അത് എങ്ങനെയെല്ലാമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക്സ് സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും അത് പോസിറ്റീവ് ഉള്ളതിനേക്കാളും നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ആളുകൾ ശരിക്കും ഒരു ക്ലയൻ്റായിട്ട് അവർ അതിനെ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ സോഷ്യൽ മീഡിയാസിൽ നോക്കി അതിന് ഓൾമോസ്റ്റ് ഒരു ഡിസൈൻ രൂപപ്പെട്ട് കഴിയും. അവരപ്പോൾ അതിൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് അവരതിൽ ഓൾമോസ്റ്റ് റെസ്ട്രിക്റ്റഡ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിസൈൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലെവൽ അവർ കുറച്ചുകൂടെ അപ്പോഴത്തേക്ക് മെൻ്റലി റിജിഡാവും. അപ്പോൾ നമുക്കത് ഒരു ഡിസൈൻ ചെയ്യാനുള്ള ഒരു സമയം ശരിക്കും ഒരു ഡിസൈനർക്ക് ചെയ്യേണ്ട പ്രോസസ്സിനെ അത് ശരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് കൂടുതൽ കാണുന്നത്. സർ, അപ്പോൾ പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അവർ ഡിസൈൻസ് കണ്ടുപിടിക്കുന്നത്? ഡിസൈൻ അല്ല കണ്ടുപിടിക്കേണ്ടത്, അവരവരുടെ റിക്വയർമെൻറ്റ്സ് ആണ് ഫ്രെയിം ചെയ്യേണ്ടത്. അവരെ സ്വയമായിട്ട് മറക്കാതെ അവരെന്താണ്, അവർക്ക് ഒരു ഭാവിയിൽ അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അവരെവിടെയാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത്, അവർക്ക് എത്ര നാൾ വർക്ക് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് ആലോചിക്കാനുള്ള സമയമാണ് അവരെടുക്കേണ്ടത്. അത് വെച്ചിട്ട് അവരൊരു റിക്വയർമെൻ്റാണ് ഫ്രെയിം ചെയ്യേണ്ടത്. അവരെ കൂടുതൽ ഓപ്പണായിട്ട് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തരാനുള്ള എങ്ങനെയൊക്കെ പറഞ്ഞു തരാം, അതിന് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള അവർക്ക് അവരെ പോലുള്ള സിമിലർ റിക്വയർമെൻറ്റ്സ് വെച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കാണാം. അതിനാണ് കുറച്ചുകൂടെ ബെറ്റർ. അത് കഴിഞ്ഞ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനറാണ് അത് ശരിക്കും ഡിസൈൻ ചെയ്യേണ്ടത്. ആ ഒരു ഫ്രീഡം ഒരു ഡിസൈനർക്ക് എന്തായാലും കൊടുക്കണം. ഈ പർഗോളാസും ഇപ്പോൾ കാസ്കേഡും എന്ന് പറയുന്നത് ഇപ്പോൾ പാരലൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ഏരിയ ആണ്. ഈ ഒരു ഭിത്തി എക്സ്റ്റീരിയർ ഭിത്തിയാണ്. ഇത് വെസ്റ്റ് സൈഡ് ഫേസിങ് ആണ്. അപ്പോൾ ഈ വെസ്റ്റ് സൈഡിലാണ് കൂടുതൽ സൺലൈറ്റ് പാരലായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലാണ് ഈ ഗ്ലാസ് പെയിൻറ്റിങ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൺലൈറ്റ് ഈ പർഗോളയിലും അകത്തേക്ക് കൂടുതൽ കിട്ടും. പിന്നെ ഈ ഒരു കളേർഡ് ഗ്ലാസും
ഗ്ലാസ് വർക്കും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ഈ ഒരു ലൈറ്റിംഗ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ. പിന്നെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനും ആ ഒരു എനിക്ക് തോന്നുന്നു സൺലൈറ്റ് വന്നു കഴിയുമ്പോൾ ഈ ഗ്ലാസ് കളേഴ്സ് എല്ലാം അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? അതെ, എല്ലാ സ്പേസിലും വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ ചെയ്തിട്ടുണ്ട് നേരെ, അതുപോലെ തന്നെ കാസ്കേഡിന്റെ നേരെ തന്നെയായിട്ട്. ഈ റൂം നമിതയുടെ റൂമാണ്. നമിത ഒരു ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആണ്. നമിതയുടെ ഇഷ്ടത്തിനുള്ള കളർ പാറ്റേൺസും അവിടെ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്യാനും ആയിട്ട്. അപ്പോൾ ഭിത്തിയിലും അതിനുള്ള പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ നിന്നും ഈ വിൻഡോ വഴി താഴേക്ക് കോർട്ട്യാർഡിലേക്ക് കാണാനുള്ള, അപ്പോൾ കുറച്ചുകൂടി ആ റൂമിന് കുറച്ചുകൂടി ഒരു ലൈവ്ലിനെസ് കിട്ടും. അതിനൊരു ബാൽക്കണി ഉണ്ട്. ഈ വിൻഡോ താഴെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരിലേക്ക് കാണാൻ പറ്റും. സർ, ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആദ്യം പ്രിപ്പയർ ചെയ്യും. നമ്മൾ നാച്ചുറൽ ലൈറ്റിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പം നാച്ചുറൽ ലൈറ്റിംഗ് കിട്ടാത്ത സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലും ആ ഒരു നാച്ചുറൽ ലൈറ്റിൻ്റെ അതേ ഫീൽ, കണ്ണിൽ അധികം പതിക്കാത്ത രീതിയിൽ ഡിഫ്യൂസ് ലൈറ്റിങ്ങും, പിന്നുള്ളത് നമുക്ക് കാണാനുള്ള ലൈറ്റ് ഫിറ്റിങ്സ്, ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിങ്സ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഹൈലൈറ്റ് ചെയ്യുന്നത് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. അത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലൈറ്റ് സോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ അല്ലാതെ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സർ, ഇത് ആക്ച്വലി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരു ക്ലയൻറ്റും ഒരു ആർക്കിടെക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ബിസിനസ് റിലേഷൻഷിപ്പാണ്? ഒരിക്കലുമല്ല. അത് ഒരു പേഴ്സണൽ ബോണ്ടിങ് തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട്, ഇതൊരു ലോങ് പ്രോസസ്സാണല്ലോ, ആ ഫുൾ പ്രോസസ്സിൽ നമുക്കൊരു അതിന് ഒരു പേഴ്സണൽ റിലേഷൻ ഭയങ്കര ആവശ്യമാണ്. എത്ര കാശ് മുടക്കിയാലും ഇതിൽ ഈ ബോണ്ടിങ് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റിന് നല്ലൊരു പ്രോഡക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയും നേരം ഈ വീടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ച ആർക്കിടെക്ട് മനോ കുര്യൻ ജേക്കബിന് 1000 ഭാവുകങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ. നിപ്പോൺ പെയിന്റ് നക്ഷത്ര വീടിന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നക്ഷത്ര വീടുകൾ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ.